മാമി തിരോധാന കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കാതിരുന്നതിൽ ദുരൂഹതയെന്ന കുടുംബം മാമിയെ കാണാതായതിന് തൊട്ടടുത്ത ദിവസം രാത്രിയിൽ ഒരു സംഘം നഗരത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതുകൊണ്ടാകാം നടക്കാവ് പോലീസിന് ദൃശ്യങ്ങൾ ലഭിക്കാതെ പോയതെന്നും കുടുംബം പറയും. അതിനുശേഷം നടക്കാവ് പോലീസ് മിസ്സായ CD ടവറിലെത്തുന്നത്, ലാസ്റ്റ് കോൾ ലൊക്കേഷൻ കാണുന്നത് CD ടവറിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. ആ സ്പോട്ടിൽ പോലീസ് എത്തുന്നത് 26-ാം തീയതിയാണ്. പക്ഷേ 22-ാം തീയതി രാത്രി തന്നെ മാമിയുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരു ടീം എന്ത് ചെയ്തിട്ടുണ്ട്, CD ടവറിൽ പോവുകയും അവിടുത്തെ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. പോലീസ് എത്തുന്നതിൻ്റെ മുമ്പേ മറ്റൊരു ടീം അവിടെ എത്തിയിട്ട് ആ CCTV വിഷ്വൽസ് കളക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, മാമി വിസിബിൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ബട്ട് ദേ ട്രൈഡ് ഇറ്റ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു നമുക്കൊപ്പം. അഭിജിത്ത്, നേരത്തെ അവരോട് സംസാരിക്കുന്നത് കണ്ടു, ഇപ്പോൾ ഈ പ്രതികരണവും കണ്ടു. ഈ CCTV ദൃശ്യങ്ങൾ അത് കൊണ്ടുപോയത് മാമിയെ കടത്തിയവർ തന്നെ ആയിക്കൂടെ? സുജയ, അങ്ങനെ ഒരു സംശയമാണ് കുടുംബത്തിനുള്ളത്. നമുക്കറിയാം, ഒരു മിസ്സിംഗ് കേസിൽ ഏറ്റവും നിർണായകമാവുക അയാൾ കാണാതായതിനു ശേഷമുള്ള അയാൾ സഞ്ചരിച്ച സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ്. പക്ഷേ മാമി തിരോധാന കേസിൽ അങ്ങനെ ഒരു CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് ശേഖരിക്കുന്നതിലുൾപ്പെടെ പോലീസിന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ റിപ്പോർട്ടായി പുറത്തു വന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് അന്ന് നടന്ന ചില സംഭവങ്ങൾ കുടുംബം ഓർത്തെടുക്കുന്നത്. കാരണം 2023 ഓഗസ്റ്റ് 21-നാണ് മാമിയെ കാണാതാകുന്നത്. 22-നാണ് കുടുംബം ഒരു പരാതിയുമായി നടക്കാവ് സ്റ്റേഷനിൽ എത്തുന്നത്. അന്നേ ദിവസം തന്നെ ചില സംഘം ഈ മാമി അന്ന് രാത്രിയിൽ അവസാനമായി പോയ സ്ഥലത്തെത്തി അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തിയത്. അത് ഈ CD ടവറിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇപ്പോൾ കുടുംബം പറയുന്നത് അവർക്ക് ചില സംശയങ്ങളുണ്ട്. ഒരു പക്ഷേ പോലീസിന് ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കാതിരുന്നത് ഈ സംഘം ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ടാകാം. അവർ ആ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അതൊരു പക്ഷേ നശിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സംശയത്തിലേക്കാണ് ഏതായാലും ഇപ്പോൾ ഒരു സംഘം എന്തായാലും നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നത് കുടുംബം ഉറപ്പിക്കുകയാണ്. പോലീസിന് അത് കിട്ടിയില്ല എന്നത് വസ്തുത. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.